ഞാൻ അവളെ നിന്ന് വാങ്ങി. 7 ലക്ഷമോ? ഇതെല്ലാം കൂടെ നീ എന്ന് കൊടുക്കും? ഇപ്പൊ എനിക്ക് തരാൻ പറ്റിയ അവളല്ലേ ഉള്ളൂ. ഇവിടെ ആർക്കെങ്കിലും ചോദിച്ചാൽ ഇമ്മ സമ്മതിക്കത്തില്ല തരാൻ, അനുസക്കായും തരാൻ സമ്മതിക്കത്തില്ല. പിന്നെ 2 ഉള്ളത് വേറെ കണക്കാ, ഒരാവശ്യം പറഞ്ഞാലും തരത്തില്ല. പിന്നെ അവളോട് പോയി ഞാൻ ചോദിച്ചു, നിനക്കെന്ത്? നീ എന്തുവാണ് ഇത്രയും പൈസ ഇട്ട് കളിക്കുന്ന? ഈ 7 ലക്ഷവും 5 ലക്ഷവും 12 ലക്ഷം രൂപ. ഇത്രയും പൈസയുടെ ബിസിനസ് എവിടെ ചെയ്യുന്ന? ചെറുത് തുടങ്ങ ആദ്യം. ചെറുതീന്നല്ലേ അങ്ങോട്ട് ഇത്രയും പൈസയൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ആയിപ്പോയാ? ഉമ്മ അതിന് പഴയ കാലമൊന്നും അല്ല. ഉമ്മ എന്തായി ഉദ്ദേശിക്കുന്നത്? പഴയ കാലമൊന്നും അല്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ 5 രൂപ 10 രൂപയ്ക്കൊന്നും ചെയ്യുന്നതല്ല, ലക്ഷങ്ങൾ വേണം. ഇനിയിപ്പൊ ഇത് കട ഓപ്പൺ ആക്കാൻ വേണ്ടി മാത്രമല്ലേ, ഇനി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വേണമല്ലേ 10 ലക്ഷം കൂടെ. ഇനിയും വേണോ? ഇനി എന്തിന്? ഇത്രയൊക്കെ മതി, ഇതിൽ കൂടുതലുള്ള ആഡംബരം ഒന്നും വേണ്ട. പിന്നെ ഇത് ഫുട്പാത്തിലെ കച്ചവടമൊന്നും അല്ല. ഫുട്പാത്തിൽ 500 രൂപയ്ക്ക് 1000 രൂപയ്ക്കും കൊണ്ടിട്ട് വിൽക്കുന്നത്. ഇത് വലിയ ഷോപ്പാണ്, വില കൂടിയ സാധനങ്ങളാണ്. അപ്പൊ ഇത്രയും വിലയൊക്കെ ആവും. ശരി മണി, പൈസയാ? അതിരിക്കട്ട്, നീ ചെന്ന് ചോദിച്ചപ്പോ അവള് എടുത്ത് തന്നാ? തന്ന്. അവളോട് ചോദിച്ചാൽ പിന്നെ തരാത്തെന്താ? അവളെ ഇഷ്ടം പോലെ കാശുണ്ട്. ഇപ്പൊ എനിക്ക് കാശ് എന്ന് സഹായിക്കാൻ പറ്റിയ അവള് മാത്രമേ ഉള്ളൂ. പിന്നെ സാധനം ഇറക്കാനല്ല, അത് ഈ 12 ലക്ഷം രൂപ നിന്റെ കടയിൽ ഇത് ഒട്ടിക്കുന്നതിനാ? ഇത് ഞാനൊന്നും കണ്ടിട്ടില്ലേ, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലേ. ഈ ലോകത്ത് തന്നെയല്ലേ ഞാൻ ജീവിക്കുന്നേ. എന്തമ്മ, ഉമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? നിന്റെ കൂടെ ഒരുത്തി ഉണ്ടല്ലേ, അവളൊന്നും ഇറക്കത്തില്ലേ? അവള് ഇറക്കിയാലും 25 ലക്ഷം രൂപ ആയല്ലേ. അവള് ഇറക്കി, അവള് എന്നെ കണക്ക് അതേപോലെ ഇറക്കിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അല്ലാതെ പെട്ടിക്കടയാ നടത്തുന്നത്, അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം വേണം. നമ്മൾ അവിടെ സെറ്റ് ചെയ്യാൻ തന്നെ വേണം നല്ല തുക. പഴയ കാലം പിടിച്ചോണ്ടിരിക്കല്ലേ. ഞാൻ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് കുറച്ച് ക്യാഷ് തന്നെ വേണം. ഇതൊരു നടക്കൊന്നും പോകത്തില്ല. കാശ് ഇറക്കിയാലേ കാശ് കിട്ടൂ. നില്ല്, ഒരു കാര്യം കൂടെ പറയട്ടെ. കൊച്ചിന് നാളെ ആകുമ്പോ 6 മാസം തുടങ്ങും. ഈ അടുത്തൊരു ദിവസം നോക്കിയിട്ട് കുഞ്ഞിന് ചോറ് കൊടുക്കണം. അതും അങ്ങ് ചെയ്താ മതി. അതെന്താന്ന് വെച്ചാ ചെയ്. എന്നെ അടുത്ത് ചോദിക്കുന്ന എന്തിനാ? അതൊക്കെ നോക്കാൻ ഇവിടെ ആളുണ്ടല്ലോ. എനിക്കിപ്പോൾ അതിനൊന്നും സമയമില്ല. അത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഞാൻ കുറേ തിരക്കിലാണ്. എനിക്കിത് തുടങ്ങുന്നിടം വരെ ഞാൻ ഇനി ഫ്രീ ആവത്തില്ല. നീയാണ് എൻ്റെ ഉമ്മ. ഞാൻ തന്നെ ഉമ്മ. അതാണ്. ഇപ്പൊ എൻ്റെ വാപ്പ ഇപ്പം ഇല്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട നീയല്ലേ. നീ ഇതിന് ഓടി നടക്കുന്നതിന്റെ ഒരു സമയം മതിയല്ലേ അതിന് ചോറ് കൊടുക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് എവിടെയും കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. നീ എവിടെയും കൊണ്ടൊന്നും പോണ്ട, അതൊക്കെ നമ്മൾ ചെയ്തോളാം. ഒരു ദിവസം ഒരു 10 പേരെ വിളിച്ചാ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം ചെയ്തിട്ട് കുഞ്ഞിന് ചോറ് കൊടുക്കണം, അത്രേ ഉള്ളൂ. എവിടെയും കൊണ്ടൊന്നും പോകണ്ട, നമ്മളെ വീട്ടിൽ തന്നെ കൊടുക്കാം. പക്ഷെ നല്ലൊരു കാര്യം എന്തെങ്കിലും 10 പേരെ വിളിച്ച് പാവത്തുങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ട് നീ ആ കൊച്ചിന് ചോറ് കൊടുക്കണം. അതിനിപ്പം ഒരുപാട് പൈസയൊക്കെ ചിലവാകത്തില്ലേ? അങ്ങനെയൊക്കെ നടത്തണമെങ്കിൽ കുറെ പൈസയൊക്കെ ചിലവാ. അതിനൊന്നും എൻ്റെ കയ്യിലില്ല. നിനക്കപ്പോ ഇതിനൊക്കെ പൈസ? എൻ്റെ ഒന്നും ഒരു പൈസ അതിനൊന്നും പ്രതീക്ഷിക്കല്ലേ. ഞാൻ ഇപ്പൊ ആകെപ്പാടിട്ടായിട്ടില്ല. എൻ്റെ ഒരു പൈസയില്ല. പോത്തിനോത്ത് വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ? കൊച്ചിന്റെ കാര്യത്തെ അവൾക്ക് ഒന്നുമില്ല. അവൾക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുകിടന്ന് കൊടുക്കാനുണ്ട്. മനസ്സിനും കൂടെ പറയാൻ നല്ലപോലെ തന്നെ ചെയ്യണം. അതിപ്പോൾ അനാഥയായിട്ടാ വളരുന്ന ഒരു കുഞ്ഞ്. മറ്റേ പെണ്ണുള്ളത് കൊണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കും. അങ്ങനെയെങ്കിലും നടക്കട്ടെ. ഇതിപ്പോൾ ആ പെണ്ണിന് തന്നെ കൊടുക്കുന്നേ നല്ലത്. അതിനോ കൊച്ചുങ്ങളെല്ലാം അത് പൊന്നെ പോലെ നോക്കി വളർത്തും. അങ്ങനെയാണ് വളർത്തട്ടെ. മണി 9 ആയല്ലേ, അവനെ കണ്ടില്ലല്ലേ. അനസിനെ കണ്ടില്ല. അനസ് വന്നു. ഉമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്തെടാ താമസിച്ചത്? ഓണമൊക്കെ അല്ലേ കുറച്ച് കച്ചവടം ഉണ്ടായിരുന്നു, അതാ കട അടയ്ക്കാൻ താമസിച്ചത്.
നീ അവിടെ ഇരുന്ന എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മ? അതെടാ, ആസ്ന ഇന്നും പോയി ആസ്നയുടെ നിന്ന് 7 ലക്ഷം രൂപ ഇവിടെ വാങ്ങിച്ചെന്ന്. 7 ലക്ഷം? ഹസന 7 ലക്ഷം കൊടുത്താ? ഉമ്മാക്ക് ഹസനയുടെ സ്വഭാവം അറിയാല്ലേ. അവൾ എന്തെങ്കിലും ഒന്ന് കാണാതെ ചെയ്യത്തില്ല. അന്നേ ഞാൻ കൊടുത്താൽ മതിയായിരുന്നു 5 ലക്ഷം. നീ അറിയണ്ട, അവര് തമ്മിലായിക്കോളൂ. അവർ അനിയത്തിയും ചേട്ടത്തിയല്ലേ, കൊടുക്കുകയെ വാങ്ങിക്കുകയെ. ആസ്നയുടെ എന്തോ ഉദ്ദേശം, അതായിക്കോട്ട്. അവൾക്കും ഇപ്പൊ ചെയ്യാനുള്ള കടമയൊക്കെ ഉണ്ടല്ലേ. ചിലപ്പോ അങ്ങനെ കൊടുത്തിയായിരിക്കും, അല്ലെങ്കിൽ എന്താ പാർട്ട്ണർ ആക്കണോന്നും പറഞ്ഞു കൊടുത്തിയായിരിക്കും. ഇപ്പൊ 5, 7, 12 ലക്ഷം രൂപയായി. ഇത്രയും വലിയ ബിസിനസ് അവള് ചെയ്യുന്നത്. ആഷ്ന വന്നാ? അവളിവിടെ ഉണ്ടാ? ഇച്ചിരി മുമ്പേ വന്ന്. പിന്നെ ഉമ്മ, നാളെ വീട് വസ്തു നോക്കാൻ ഒരാള് വരും. അപ്പം ഒരു വില ഒതുങ്ങണേ നമുക്ക് കൊടുക്കാം. ആ ആ ആ അങ്ങനെ കൊടുക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് കൊടുത്താൽ മതി. വീടും വസ്തുവും ഇപ്പൊ കൊടുക്കുന്നില്ല, അതൊക്കെ ഞാൻ പറയാം. ആ സമയത്ത് നീ ചെയ്താൽ മതി. ഇപ്പൊ അതിന്റെ അത്യാവശ്യമൊന്നുമില്ല. അതെന്താ അവൾക്ക് പൈസ കൊടുക്കണ്ടേ? അതല്ലേ നമ്മളിപ്പോൾ കൊടുക്കാന്ന് പറഞ്ഞത് ആഷ്നാക്ക്. ഇപ്പൊ അവക്ക് പൈസ ആവശ്യമുള്ള 12 കിട്ടി. ഇനിയും വേണമെങ്കിലും ഹസ്ന കൊടുക്കും. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങ് നടക്കട്ടെ. അപ്പൊ ഹസ്ന ചോദിക്കുമ്പോ എന്താ പറയും പൈസക്ക്? അതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന കണക്ക് നീ അങ്ങ് ചെയ്താൽ മതി. ആണെങ്കിൽ ഞാൻ എൻ്റെ കിടക്കുന്ന 5 ലക്ഷം രൂപ എടുത്ത് കൊടുക്കാം. നീ ഇപ്പൊ അത് നോക്കണ്ട. അസ്ന ചോദിക്കുമ്പോഴല്ലേ. അസ്ന ചോദിക്കുമ്പം എന്താന്ന് വെച്ചാൽ എനിക്കറിയാം. ആ സമയത്ത് അതേ കണക്ക് ചെയ്യാനും എനിക്കറിയാം. ഇപ്പൊ നീ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കണ്ട. അവൾക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ അവൾ പോയി അസ്നയുടെ നിന്ന് വാങ്ങിച്ചോളൂ. ഇപ്പൊ അസ്ന വന്ന് ഇവിടെ പൈസ ചോദിക്കുമ്പോഴാണ് ഞാൻ എന്താന്ന് വെച്ചാൽ തീരുമാനം എടുക്കാൻ പോകുന്നത്. അതുവരെ എൻ്റെ കിടപ്പാടം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് മനസ്സിലൊരു ഉദ്ദേശമുണ്ട്. ഞാൻ അതേ കണക്കേ ചെയ്യത്തുള്ളൂ. നീ ഇപ്പം നിന്റെ പൈസ അവിടെ ഇരിക്കട്ടെ, നിന്റെ പൈസ അവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് തന്നെ ഞാൻ ഇത് ചെയ്യാതിരുന്നത്. ഇത് എവിടം വരെ പോവും, എങ്ങനെ പോവും എന്നൊക്കെ ഞാൻ നോക്കട്ടെ. അതിനുശേഷം ഒരു തീരുമാനം ഞാൻ എടുക്കും. അപ്പൊ ഇത് കൊടുക്കാതിരുന്ന വലിയ പ്രശ്നമാവില്ലേ? നമ്മളിത് വിറ്റ് കൊടുക്കാന്നല്ലേ പറഞ്ഞമ്മ? ആ നീ ചെന്ന് വല്ലതും വാങ്ങിച്ച് തിന്നോണ്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. കച്ചവടമൊക്കെ ഉള്ളതല്ലേ, ഓണമൊക്കെ അല്ലേ വരുന്നത്. കച്ചവടം നടക്കുന്ന സമയമല്ലേ, ഇച്ചിരി നേരത്തെ പോയി കടയൊക്കെ തുറക്ക്. ഉമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? കൊടുക്കണ്ടെന്നാ കൊടുക്കണമെന്നാ എന്താ ഉമ്മ പറ. വരണ്ടാന്ന് പറഞ്ഞേരെ. അവരൊന്നും വരണ്ട നാളെ. അപ്പൊ നൂർജി, എന്താ മനസ്സ് വന്ന് എല്ലാം കൊടുക്ക്. കുഞ്ഞുറങ്ങിയാ? ഉറങ്ങി, എടുത്തു വെച്ച് വായിക്കാം. ബാമ്മ കഴിക്കാം. ഞാനും വരാടാ. കഴിക്കാം ബാ. ഗുളിയും കൂടി ഞെടുവണ്ണേ. വയ്യ. പന്ത്രണ്ട് ലക്ഷം രൂപ. ലക്ഷത്തിനൊന്നും ഒരു കണക്കില്ലേ. 0 വിലയില്ല എന്ന് പറയുന്ന കണക്കായിരിക്കും. ലക്ഷത്തിനും വിലയില്ല. ഞാനിതൊന്നും മൊത്തത്തിൽ കണ്ടിട്ട് പോലുമില്ല. എന്നാലും ഇന്നുകൂടെ ഉള്ളു ഞാനിവിടെ. വിചാരിച്ച കാര്യം നേടുകയും ചെയ്ത്. ഇന്നെന്തായാലും രജിസ്ട്രേഷൻ അല്ലേ. 10 മണിക്ക് എത്തണോ 11 മണിക്ക് എത്തണോ? അവൻ എത്ര മണിയായിരുന്നു പറഞ്ഞത്? ഞാൻ വിളിച്ചു ചോദിക്കാം. ബിസിയോ? എന്താ ബിസി ആക്കിയത്? ചിലപ്പം വണ്ടിയിലും എല്ലാം ആയിരിക്കും. ഒന്ന് മെസ്സേജ് ഇട്ട് നോക്കാം. 10 മണിക്കാണോ 11 മണിക്കാണോ? അല്ലെങ്കിൽ ഒന്നുകൂടെ വിളിക്കാം. ഞാൻ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്നതെന്നല്ലേ, ഏത് വണ്ടിയിലായാലും. കട്ട് ചെയ്ത് എന്ത്
നിങ്ങൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ തിരക്കിലാണ്. ദയവായി കുറച്ചു കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കുക. आप जिस व्यक्ति से संपर्क कर വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് നോക്കാം എത്ര മണിക്കാണ് എത്തേണ്ടതെന്ന്. ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്ത എന്ത്? ഞാൻ എത്ര മണിക്കാണ് രജിസ്റ്റർ ഓഫീസിൽ എത്തേണ്ടത്? 10 മണിയാണോ 11 മണിയാണോ? നമ്പർ ബ്ലോക്ക്ഡാ. എന്റെ നമ്പർ എന്തിനു ബ്ലോക്ക് ചെയ്തത്? എന്നെ പറ്റിക്കാണോ? കണ്ടൊന്നുമില്ല. 47 ലക്ഷം രൂപയാ. ഞാൻ ആരോട് പറയും? ഞാൻ ഒരു പ്രൂഫും ഇല്ലാതാണല്ലോ കൊടുത്തത്. ഞാൻ ചതിക്കപ്പെട്ട. അവന്റെ വീട് എവിടെയാണ്? അവന്റെ പേരൻസ് ആരാണ്? വെറുതെ ഒന്നൊരു ഹായ് കയറിയതാ. അവനുമായിട്ട് പരിചയപ്പെട്ടതും ഇല്ല. പൈസ അവ എന്നെ പറ്റിക്കത്തൊന്നുമില്ല. എന്നാ ശരിയാവത്തില്ല. ഇന്നലെ രാത്രി വരെ ചാറ്റ് ചെയ്താണല്ലേ. അവനും ഉണ്ട്. മനഃപൂർവ്വം കട്ട് ചെയ്യാണ്. തിരക്കിലാണ്. ദയവായി കുറച്ചു കഴിഞ്ഞ് ബ്ലോക്ക് ചെയ്തു. അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് കാണും. ഏത് ഫ്രണ്ടിന്റെ അടുത്ത്? എനിക്ക് ഒരുത്തനെയും പരിചയമില്ലല്ലോ. അവന് മാത്രം എനിക്ക് പരിചയമുള്ളൂ. എന്നെ 47 ലക്ഷം രൂപ. ആരും പോയി അന്വേഷിക്കാം.